രാവിലെ ഏതാണ്ട് 6-6:30 മണിയോടുകൂടിയാണ് അതിശക്തമായ മഴ തുടങ്ങിയത്. തുള്ളി തോർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല വീഴുന്ന മഴത്തുള്ളിയുടെ കട്ടിക്ക് ഒട്ടു കുറവുമില്ല. ഒരു 2 മണിക്കൂർ മഴ പെയ്തതോടുകൂടി തന്നെ ഇടറോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിരിക്കുന്നു. സർവീസ് റോഡിൽ വെള്ളം കയറിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടം പൈപ്പ് ലൈനിന് അടുത്താണ്. പൈപ്പ് ലൈനിന് അടുത്തുള്ള, അതായത് പാലാരിവട്ടം ഇടപ്പള്ളി ദേശീയപാതയിൽ ചേർന്നുള്ള സർവീസ് റോഡാണ് കാണുന്നത്. സർവീസ് റോഡിൽ പലയിടത്തും വെള്ളം കയറി കഴിഞ്ഞു. നിലവിൽ വാഹന ഗതാഗതം ഈ സർവീസ് റോഡിലേത് തടസ്സപ്പെട്ടിട്ടില്ല, പക്ഷേ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല ഓടയും സർവീസ് റോഡും തമ്മിൽ പലയിടത്തും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ സർവീസ് റോഡിൽ നിന്നുള്ള വെള്ളമൊക്കെ മറ്റു പ്രദേശങ്ങളിലേക്ക്, വീട്ടിലേക്ക് ഉൾപ്പെടെ, ചില വീടുകളിലേക്ക്, താഴ്ന്നിരിക്കുന്ന വീടുകളിലേക്ക് ഉൾപ്പെടെ കയറി തുടങ്ങുന്നു. ഒപ്പം തന്നെ നഗരത്തിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ടോൾ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആലുവ ഭാഗത്തേക്കും നഗരത്തിലേക്കുമുള്ള എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണ്. ടോൾ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. വലിയ തോതിൽ ഈ സർവീസ് ടോൾ ജംഗ്ഷനിലെ റോഡിൽ വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഈ പെയ്ത്ത് വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റില ഭാഗത്തേക്ക് പോകുമ്പോൾ മറ്റ് പലയിടങ്ങളിലും ഒപ്പം ഈ മഴ കനത്തതോടുകൂടി ഈ ദിവസം തന്നെ ഒരു 13 വയസ്സുകാരൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫോർട്ട് കൊച്ചി മേഖലയിൽ ഒരു KSRTC ബസ്സിൻ്റെ മുകളിലേക്ക് മരക്കമ്പ് ഒടിഞ്ഞു വീണു. പക്ഷേ ഭാഗ്യങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപകടം ഒഴിവായി. ഒരാൾക്ക് നേരിയ പരിക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും, കിഴക്കൻ മേഖലയിലും മഴ മേഖലയിലും ഉൾപ്പെടെ എല്ലായിടത്തും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലുവ, അങ്കമാലി തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായപ്പോൾ തന്നെ ഒറ്റ മഴയ്ക്ക് തന്നെ KSRTC പരിസരത്തും മറ്റും വെള്ളം കയറിയിരുന്നു. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുകയാണ് പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടാതിരുന്നത്. പക്ഷേ ഇത്രയും കട്ടിയിൽ മഴ പെയ്താൽ ഈ വെള്ളം എങ്ങനെ ഒഴുക്കിക്കളയാനാകും? മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താൽ തന്നെ വെള്ളം പൂർണ്ണമായി നീക്കാനാകുമോ എന്നറിയില്ല. എന്തായിരുന്നാലും ഈ പൈപ്പ് ലൈനിൽ താമസിക്കുന്ന പ്രദേശവാസി ചേരുന്നു. എങ്ങനെയുണ്ട് വെള്ളം, മഴ ആ പ്രദേശത്തൊക്കെ? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ കൊല്ലമാണ് ആദ്യമായിട്ട് വെള്ളം കയറിയത്. വെള്ളം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാ അധികാരികളെയും കണ്ടതാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഈ മഴ തുടങ്ങിയിട്ടില്ല. അനുപമന ചെറിയൊരു മഴയത്ത് ഇപ്പം തന്നെ വീട്ടിൽ സ്റ്റെപ്പ് വരെ വെള്ളമാണ്. ഈ ഓട ക്ലീൻ ആക്കാത്തതാണ് ഓട ക്ലീൻ ആക്കി. മെയിനായിട്ട് വെള്ളം ഈ ബൈപ്പാസ് ഇവിടെ നിന്നാണ് ഒഴുകി വന്നത്. ഈ സർവീസ് റോഡിലെ വെള്ളം ഈ ഇങ്ങോട്ട് കയറുന്നത് ഈ ബൈപ്പാസിൽ നിന്ന് ഇവിടെ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ് ഇങ്ങോട്ട് കയറുന്നത് മൊത്തം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നഗരത്തിലെ പമ്പ് ചെയ്ത് കളയുകയായിരുന്നു. മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കളയുമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളമായി. മറ്റേ സമീപത്തെ വീടുകളിലും വെള്ളം കയറി. അപ്പുറം 2 വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ് റോഡ്? ഏതാണ് ഇത് തന്നെ? കൊടുവത്തൂർ റോഡ്. ഇത്തരത്തിൽ കൂടുതൽ പൈപ്പ് മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് പെട്ടെന്ന് പറയാനാവുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത്. അതേസമയം മഴ കനക്കുന്നതോടുകൂടി നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാവുക എന്നതും പതിവായൊരു കാര്യമാണ്. കാരണം വാഹനങ്ങൾ പതുക്കെയാകും. മാത്രമല്ല 4-5 ദിവസങ്ങളിൽ സാമാന്യം ശക്തമായ മഴ പെയ്തതോടെ ചില ഇടങ്ങളിലെങ്കിലും റോഡുകളിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാതയിൽ ഉൾപ്പെടെ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴികളിൽ വാഹനങ്ങൾ കയറിയിറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും വേഗത കുറയും. അതിനനുസരിച്ച് ഗതാഗതക്കുരുക്ക് രൂപപ്പെടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്ക് ദേശീയപാതയിൽ കാണാൻ സാധിക്കും. വാഹനങ്ങളുടെ ഒരു നിര തന്നെ കാണാം. ഈ നിര ഏതാണ്ട് ഇടപ്പള്ളി വരെ നീണ്ടുപോകും. അതായത് 2-2.5 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഈ വാഹനക്കുരുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷം കനത്ത് മൂടിക്കെട്ടി തന്നെ കിടക്കുകയാണ്. കനത്ത മഴയ്ക്ക് തന്നെയുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ഒപ്പം ജില്ലയുടെ മറ്റ് ഭാഗങ്ങളായ കൂത്താട്ടുകുളം മേഖല, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം അതുപോലുള്ള മേഖലകളിലും ശക്തമായ തോതിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴയുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ചാറി പെയ്തു, ചില സമയങ്ങളിൽ ശക്തിപൂർവ്വം പെയ്തു. എന്നാൽ ഇത്ര മണിക്കൂറുകളോളം നിൽക്കാതെ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്നേരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പറയത്തക്ക വെള്ളക്കെട്ടുണ്ടായില്ല. നമുക്കറിയാം 2 വർഷം മുൻപാണ് കൊച്ചിയെ മുക്കിയ ഒരു വെള്ളക്കെട്ടുണ്ടായത്. എന്നാൽ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ തുടങ്ങി ഓടകളിലെ വെള്ളം ക്ലീൻ ചെയ്യുന്നതിനുള്ള പദ്ധതികളും മറ്റും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പും ശാസനയും ഒക്കെ വന്നതോടുകൂടി ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും ഇടപെട്ട് വേഗത്തിലാക്കിയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വലിയ ഒരു വെള്ളക്കെട്ട് ഉണ്ടായില്ല. മാത്രമല്ല അതിൻ്റെ മുൻപത്തെ വർഷത്തെ വെള്ളക്കെട്ടിൻ്റെ ഒരു അനുഭവം കൂടി ഉള്ളതുകൊണ്ട് കാര്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. നിലവിൽ മഴ കനക്കുകയാണെങ്കിൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നത് കൂടുതൽ മോട്ടോറുകൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. പമ്പിംഗ് കൂടുതൽ വേഗത്തിലാക്കേണ്ടിയിരിക്കുന്നു. മഴ കുറയേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ നഗരത്തിൽ കനത്ത വെള്ളക്കെട്ടിന് തന്നെയാണ് സാധ്യത. നിലവിൽ സർവീസ് റോഡുകളിലാണ് വെള്ളം പ്രധാനമായും കയറി കിടക്കുന്നത്. ശരി, ഓക്കെ. പ്രദീപ് ജോസഫാണ് കൊച്ചിയിലെ വെള്ളക്കെട്ട് ദുരിതത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ആലപ്പുഴയിലും സമാനമായ കാഴ്ചകൾ തന്നെയാണുള്ളത്. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രഘു, അല്ലെങ്കിൽ തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾ വെള്ളം കൊണ്ട് പൊറുതിമുട്ടി കിടക്കുകയാണ്. ഒരൊറ്റ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ്. വർഷം മുഴുവൻ വെള്ളക്കെട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിലത്തെ മഴ എങ്ങനെയാണ്? എന്താണ് ആലപ്പുഴയിലെ കാഴ്ചകൾ?
രാവിലെ മുതൽ തന്നെ ജില്ലയുടെ തെക്കൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും അതിശക്തമായ മഴയുണ്ട്. ചേർത്തലയിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് മരം കാറ്റിൽ കടപുഴകി ഹൈവേയിലേക്ക് വീണു. 20 മിനിറ്റോളം ഹൈവേയിൽ ഗതാഗതക്കുരുക്കുണ്ടായി. ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചു മാറ്റാനുള്ള ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂജ പറഞ്ഞതുപോലെ സാധാരണ നിലയിൽ ആലപ്പുഴയിൽ കിഴക്കൻ വെള്ളം വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകാറുള്ളത്. പക്ഷേ ഈ പൊഴി മുറിച്ചതോടുകൂടി കിഴക്കൻ വെള്ളത്തിന്റെ വലിയ ശല്യമില്ല എന്ന് മാത്രവുമല്ല പമ്പയിലും അച്ചൻകോവിലാറ്റിലും വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരുന്നുമില്ല. പക്ഷേ ഈ ദേശീയപാതയുടെയും മറ്റു റോഡുകളുടെയും ഒക്കെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുവരെ വെള്ളം കയറാത്ത ഇടങ്ങളിൽ വരെ വെള്ളക്കെട്ടുണ്ട്. ഈ ദേശീയപാതയുടെ ഓരത്തും നിർമ്മിച്ച റോഡുകളുടെ വശങ്ങളിലുമൊക്കെ ഈ കാന വഴി വെള്ളം ഒഴുകി പോകാത്തത് കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. തീരമേഖലയിലും ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം ആറാട്ടുപുഴ, പുന്നപ്ര, മണക്കുമുള്ള പ്രദേശങ്ങളിൽ കരയിലേക്ക് വെള്ളം അല്പം കയറിയെന്ന് ചിലയിടങ്ങളിലും. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും സമാനമായ പ്രശ്നങ്ങളാണ്. മഴ കനത്താൽ അവിടെ ദുരിതം കൂടുന്ന സാഹചര്യം ഉണ്ടാകും.